മറ്റാരുണ്ട് LDF അല്ലാതെ? മടങ്ങിയെത്താം ശ്രീ ആൻഡ്രോ പോരുമുറുകിയോ? പോരൊക്കെ മുറുകിയിട്ടുണ്ട്. പക്ഷേ ഈ കോൺഗ്രസ് ആരോടാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് നോക്കുമ്പോൾ ഒരു ഐഡിയയും കിട്ടുന്നില്ല. കോൺഗ്രസ് CPM-നോടാണോ, ഇന്ത്യ മുന്നണിയോടാണോ, RSS-നോടാണോ, BJP-നോടാണോ? രാഹുൽ ഗാന്ധി പറഞ്ഞിട്ട് ഒരു കാര്യം മനസ്സിലാകുന്നില്ല. സത്യം അതാണ് ഒന്നാമത്തെ കാര്യം. ഈ FCRA ആക്ട് ആരാണ് കൊണ്ടുവന്നത്? ഇന്ദിരാഗാന്ധി ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഫോറിൻ മണി ഇന്ത്യയിൽ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, സ്വന്തം, അതായത് നമുക്കെതിരെ ഒരു കാര്യം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന ആക്റ്റാണ് ഈ FCRA ആക്ട്. ഈ FCRA കൊണ്ടുവന്നിട്ട് അതിപ്പോൾ ഉപയോഗിക്കുന്നത് മുഴുവൻ BJP ആണെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം അങ്ങനെ തന്നെയാണല്ലോ. ED ഏജൻസി ഉണ്ടാക്കി, കോൺഗ്രസ് ഉപയോഗിച്ചില്ല, BJP ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അത് കോൺഗ്രസിനെതിരെ വരുമ്പോൾ പറയുകയാണ്, അയ്യോ ഇതെന്താ ഇങ്ങനെ ഞങ്ങൾക്കെതിരെ വന്നത് എന്ന് പറയുകയാണ്. FCRA അത് തന്നെയാണ്. FCRA ഇത് ഉപയോഗിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് കോൺഗ്രസ് തന്നെയാണ്. അതിനെ ഈ പറയുന്ന പിണറായി വിജയൻ അല്ലെങ്കിൽ CPM എതിർക്കുന്ന സമയത്ത് അയ്യോ അത് ഞങ്ങൾ ഇതാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളെ മുഴുവൻ ഞങ്ങളാണ് ഉന്നതിയിലേക്ക് കൊണ്ടുവന്നതെന്ന് പറയുന്ന ശൈലിയൊന്നും ശരിയല്ല. ഞാൻ പറയുന്നൊരു കാര്യമുള്ളൂ, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കാണിച്ചു തരാൻ പറ്റുമോ ഒരു ക്രിസ്ത്യാനിനെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നോ CPM-ൻ്റെ ഭാഗത്തുനിന്നോ ഉപദ്രവിച്ചതായിട്ട് കാണിച്ചു തരാൻ പറ്റും ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ? ഇതെങ്ങനെയാണെന്നറിയോ? ഇത് കമ്പയർ ചെയ്യാണ്. BJP ആണോ കുറച്ച് കൂടുതൽ ഉപയോഗിച്ചത്, കോൺഗ്രസ് ആണോ കൂടുതൽ ഉപയോഗിച്ചത്? ഇതിങ്ങനെ കമ്പയർ ചെയ്യാണ്. ഞങ്ങളുടെ ഭാഗത്ത് കുറച്ച് സ്ഥലത്ത് ഉപയോഗിക്കും. ഒരാളെ ഉപദ്രവിക്കാൻ പാടില്ലായിരുന്നു, ഒരു മിനിറ്റ് സുല്ലേ, ഒരാളെ ഉപദ്രവിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയേണ്ടതാണ് കോൺഗ്രസ്. എന്നിട്ട് ഞങ്ങളുടെ ഭാഗത്ത് കുറച്ചല്ലേ ഉപയോഗിച്ചുള്ളൂ, BJP ആണ് കുറേ ഉപദ്രവിച്ചത് എന്ന് പറയുകയാണ്. എന്തൊരു മര്യാദ കേടാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ന്യായീകരണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ FCR. കോൺഗ്രസ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും കുത്തകയാണോ? ആ ശൈലിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് മാത്രമേ ഈ കുത്തക അവകാശമുള്ളൂ, ഞങ്ങൾ മാത്രമേ ന്യൂനപക്ഷ സംരക്ഷകരുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ആണ്. അതിന് വേണ്ടിയിട്ട് എന്ത് വേണേലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ, നരേന്ദ്രമോദി 3ാമത്തെ പ്രാവശ്യമാണ് കേരളത്തിൽ വരുന്നത്. 3 പ്രാവശ്യം ഈ രാഹുൽ ഗാന്ധിനെക്കുറിച്ചും പിണറായി വിജയനെക്കുറിച്ചും ഒരുപോലെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മുന്നണിയാണ് രണ്ടുപേരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കാമാന്നൊരക്ഷരം തിരിച്ചു മറുപടി പറയുന്നുണ്ടോ? കാമാന്നൊരക്ഷരം. നേമത്ത് പോലും പോകുന്നില്ല. ഏറ്റവും ഒന്നാമത് ജയിക്കാൻ പോകുന്ന മണ്ഡലം എന്ന് പറയുന്നത് നേമാണല്ലോ. ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി നേമത്ത് പോയിട്ടില്ല കേട്ടോ ഇതുവരെ. കാരണം അവിടെ രാജീവ് ചന്ദ്രശേഖരനാണ് ജയിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സംസ്ഥാന അധ്യക്ഷൻ നരേന്ദ്രമോദി ഇന്ന് വന്ന് പ്രസംഗം നടത്തുന്നത് നേമത്താണ്. അവിടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പോയിട്ടില്ല. എന്നിട്ട് പറയുകയാണ് ഞങ്ങളാണ് BJP-ക്കെതിരെ, ഞങ്ങളാണ് ഇന്ത്യയിൽ BJP-ക്കെതിരെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു മര്യാദയില്ലാത്ത സംസാരമാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് വരാം. വയനാട് ദുരന്തത്തിൽ എന്താണ് സംഭവിച്ചത്? കോൺഗ്രസ് അവിടുത്തെ പാവങ്ങളെ പറ്റിച്ചു ഒറ്റയടിക്കാൻ പറഞ്ഞാൽ മതി, വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവരോട് ആരോടും പറഞ്ഞോ കേരളത്തിൽ അവിടെ ഫണ്ട് പിരിക്കാൻ വേണ്ടിയിട്ട് ഈ 9 ലക്ഷം രൂപ ആപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ കൂടെ പിരിക്കണമെന്ന് കോൺഗ്രസിനോട് കേരളത്തിൽ ആരും ചെന്ന് പറഞ്ഞിരുന്നോ? കേരളത്തിൽ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇവർ തന്നെ സ്വന്തം തീരുമാനിക്കുകയാണ്. നിങ്ങൾ ആരും CPM-ൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ കൊടുക്കരുത്, ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. CMDRF-ലേക്ക് ഫണ്ട് കൊടുക്കരുത്, ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ പൈസ കൊടുക്കരുതെന്ന് പറയുന്നത് അന്നത്തെ KPCC സുധാകരനാണ്. എന്നിട്ട് ഇതെല്ലാം ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടോളൂ, ഞങ്ങളൊരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ആ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടോളൂ എന്ന് പറഞ്ഞ് മേടിച്ച പൈസ എവിടെ പോയി? എവിടെ പോയി എന്ന് പറയേണ്ടത് ഒരു ഉദാഹരണം പറയാം. ഖത്തറിലെ ഇൻഗാസും അതുപോലെ തന്നെ അവിടുത്തെ സംഘടനകളെല്ലാം, കോൺഗ്രസിൻ്റെ സംഘടനയെല്ലാം കൂടി പിരിച്ച് അക്കൗണ്ടിലിട്ട് പൈസ ആപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അവർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞങ്ങളാണ് ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് പിരിച്ചത് എന്ന് പറഞ്ഞാൽ അവളുടെ ഈ പൈസ പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ച പൈസയാ, കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പിരിച്ച പൈസയൊന്നുമല്ല. ഇതിന് മറുപടി പറയേണ്ടി വരും. ഞാൻ പറയും 5.5 ഏക്കർ സ്ഥലമാണ് ഇവർ മൊത്തം വാങ്ങിയത്. അതിൽ 3.5 ഏക്കർ സ്ഥലം 3.24 ഏക്കർ സ്ഥലം രജിസ്റ്റർ ചെയ്തു. അത്രയും രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ, അതേ വാങ്ങിയിട്ടുള്ളൂ. വാങ്ങിയിട്ടില്ല, 2.1 കൂടെ വാങ്ങിയിട്ടുണ്ട്, പക്ഷേ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ആ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇനി 72 ലക്ഷം രൂപ വേണമെന്ന് പറയുകയാണ് സണ്ണി ജോസഫ്. ഈ പറഞ്ഞ AICC അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരുന്നില്ലേ? ഈ അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരുന്നില്ലേ? ഇവർക്ക് എന്തുകൊണ്ടത് പറയാൻ പറ്റാത്തത്? എവിടെ ആപ്പ് മുക്കി, ഒരു ഡൗട്ട് വേണ്ട. ഫണ്ട് മുക്കി എന്ന് പറയണമെങ്കിൽ ഇത് ആപ്പെടുത്ത് കാണിച്ചാൽ പോരെ. എന്തിനാ ആപ്പ്? ഇപ്പം നിങ്ങൾ പ്ലേ സ്റ്റോറിലും ഐഫോണിൻ്റെ ആപ്പിടൊന്നും നോക്കിയാൽ കാണുന്നില്ലല്ലോ. ഈ ആപ്പ് അവിടെ പോയി ആപ്പ് നോക്കി അറിയാമായിരുന്നല്ലോ പൈസ എടുത്തിട്ട് ആപ്പ് എടുത്ത് പുറത്ത്. ഇത് സുതാര്യമാക്കാൻ വേണ്ടിയിട്ടല്ലേ ആപ്പ് തുടങ്ങിയത്? ഈ അക്കൗണ്ട് സുതാര്യമാക്കാൻ വേണ്ടിയിട്ടല്ലേ ആപ്പ് തുടങ്ങിയത്? എന്നിട്ട് തുടങ്ങിയോ? എന്നിട്ട് പറയുകയാണ് ഞങ്ങളെടുത്ത് പൈസ ഇല്ല, ഞങ്ങളിനി AICC-ൻ്റെ ഫണ്ടിന് കാത്തിരിക്കുകയാണ്. എന്തൊരു മര്യാദകേടാണ്. എത്ര നാളായി നമ്മളിത് ചർച്ച ചെയ്യുന്നു? 1-2 വർഷമല്ലാന്ന്, എത്ര നാളായി ചർച്ച ചെയ്യുന്നു? അന്ന് തുടങ്ങി, പിരിവിൻ്റെ കാലം തുടങ്ങി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലത്തും കോൺഗ്രസ് ഇങ്ങനെ തന്നെയാണ്. പ്രളയത്തിൻ്റെ കാലത്തും 1000 വീട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയും. എന്നിട്ട് 1000 പറ്റത്തില്ല, 500 പറയും. എന്നിട്ട് 500 ഇല്ല, 100 ഇല്ല, 1 ഇല്ല, 10 ഇല്ല. ഇത് തന്നെയാണ് അവസ്ഥ. പ്രളയത്തിൻ്റെ കാലത്ത് ഞാൻ പറയുന്നത് 2019 പ്രളയത്തിൻ്റെ കാലത്ത് ഇതേ അവസ്ഥയാണ്. അന്നത്തെ KPCC പ്രസിഡന്റ് പറയുകയാണ്, എന്താ പൈസയൊക്കെ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടോ, ഞങ്ങളാണ് വീട് കൊടുത്തോളൂ. 1000 വീട്
കാരണം കേരളം മുഴുവൻ ഒലിച്ചു പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടോ, ഞങ്ങൾ പിരിക്കും, ഞങ്ങൾ പണിത് കൊടുക്കാം എന്ന് പറയുകയാണ്. 1000 വീട്. അത് കഴിഞ്ഞിട്ട് ആ 1000 വീട് എതിരോ പോയി. ആ KPCC പ്രസിഡന്റ് തള്ളൊക്കെ കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ 1000 ഒന്നും പറയാൻ പറ്റില്ല, കാരണം ഞങ്ങൾ കുറച്ചും കൂടെ, ഞങ്ങൾക്ക് അത്ര വലിയ സംഭവമായിട്ടില്ല, 500 ആക്കി തരാം. എന്നിട്ട് 500 പണിതില്ല, 1000 പണിതില്ല, 100 പണിതില്ല, 10 പണിതില്ല. ഇതാണ് അവസ്ഥ അന്നത്തെ കാലത്ത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദുരിതം വരികയാണ്. ഇത് അതിന് മലയാളി പഠിച്ചിട്ടില്ല കേട്ടോ. കോൺഗ്രസിൻ്റെ അടുത്ത് കൊടുത്താൽ ഇത് തന്നെയാണ് അവസ്ഥ എന്നുള്ളത്. രണ്ടാമത്തെ ആപ്പുമായിട്ട് വരികയാണ്. എന്നിട്ട് പറയുകയാണ് നിങ്ങളെല്ലാവരും കൂടെ സർക്കാരിൻ്റെ അക്കൗണ്ടിലേക്ക് ഇടാം, മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് ഇടണ്ട, നിങ്ങളെല്ലാവരും കൂടെ കോൺഗ്രസിൻ്റെ അക്കൗണ്ടിലേക്ക് ഇടാൻ പറഞ്ഞു. കോൺഗ്രസിൻ്റെ അക്കൗണ്ട് അതും ഈ പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുക. നിങ്ങൾ ഈ പറഞ്ഞ 5.5 ഏക്കർ സ്ഥലം ഉണ്ടല്ലോ, ഈ 5.5 ഏക്കർ സ്ഥലം എന്ന് പറയുന്നത് എനിക്ക് സംശയമുണ്ട് ഈ 1,18,00,000 രൂപയാണ്. ഏറ്റവും കുറഞ്ഞ് 1,13,00,000 രൂപയായി ഒരേക്കർ സ്ഥലത്തിന്. അവിടെ ആ സ്ഥലത്തിന് 1 കോടി കാരണം എനിക്ക് ആ സ്ഥലവില അറിയാലോ, അത്യാവശ്യം അവിടെ നമുക്ക് സ്ഥലം അങ്ങനെയൊക്കെ ധാരണയുള്ള ആൾക്കാരാണ്. അവിടെ 1,13,00,000 രൂപ എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ലേശം ബുദ്ധിമുട്ടുണ്ടാകും വയനാട്ടുകാർക്ക്. ഒരു ഏക്കർ സ്ഥലത്തിന് 1,13,00,000. അതുകൊണ്ടാണ് ഈ സംശയം വരുന്നത്. ഒരാൾ കൂടുതൽ പറയുന്നു, ഒരാൾ 3 ലക്ഷം പറയുന്നു, ഒരാൾ 5 ലക്ഷം പറയുന്നു. ഇവർ തന്നെ ഉള്ളിലാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടെന്നുള്ള ക്ലാരിറ്റിയോടുകൂടി പറയാൻ പറ്റുമോ? ഇന്ന് ഞാൻ നോക്കുമ്പോഴല്ലോ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉണ്ടല്ലോ, ഒരു നോട്ടീസിൻ്റെ പുറകിൽ എഴുതിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു നോട്ടീസിൻ്റെ പുറകിലേ വന്നിട്ട് എന്നിട്ട് അത് നോക്കി പുള്ളി പറയുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്താ, ഇത് നോട്ടീസ് ഇവർ അച്ചടിച്ചിറക്കിയെന്നാണ് വിചാരിച്ചത്. അങ്ങനെയല്ല, ഈ നോട്ടീസിന് പുറകിൽ എഴുതിയിട്ട് വന്നിരിക്കുകയാണ്. അത് നോക്കി വായിക്കുകയാണ് പുള്ളി. എന്നിട്ട് എവിടെയും കണക്കോ എത്തിയോ? ഞാനിത് 10 പ്രാവശ്യം കൂട്ടി നോക്കിയിരുന്നു ഇതെങ്ങനെയും ഏതൊരു സ്ഥലത്ത് എത്തിക്കാൻ പറ്റുമെന്നുള്ളത്. അതായത് മൊത്തം 6,27,00,000 രൂപ ചിലവാകുമെന്ന് പറയുന്നു. 5,38,00,000 രൂപ ഇവർക്ക് കിട്ടിയെന്ന് പറയുന്നു. 72 ലക്ഷം രൂപ ഇനി വേണമെന്ന് പറയുന്നു. 9 ലക്ഷം. ഇതെല്ലാം കൂടി കൂട്ടി കഴിയുമ്പോൾ ഒരു എമൗണ്ട് വേണ്ടേ? ഇത് ഇനിയും സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി 73 ലക്ഷം വേണമെന്ന് പറയുകയാണ്. ഇതെങ്ങനെയാണ് യോജിക്കുന്നത്? ഇത് കൂട്ടുന്നേ ഇല്ല, മനസ്സിലാവുന്നേ ഇല്ല. ഇത് മൊത്തം പറയുന്നത് എങ്ങനെയാണെന്ന് അറിയോ? 5.5 ഏക്കർ സ്ഥലം രജിസ്റ്റർ ചെയ്ത പോലെയാണ് എമൗണ്ട് പറയുന്നത്. എന്നിട്ട് അതിനകത്ത് 73 ലക്ഷം വേണമെന്ന് പറയുക. പക്ഷേ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് ബാലൻസ് എത്രയാ? 7 ലക്ഷത്തി സംതിങ് രൂപ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടെന്ന് പറയുകയാണ്. ഇതെങ്ങനെ യോജിക്കണ്ടേ? ഒരു രാഷ്ട്രീയ പാർട്ടി, കോൺഗ്രസ് പോലത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ വന്നിട്ട് പറയുന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതുപോലും ക്ലാരിറ്റി. ഇവരുടെ അടുത്താണ് 2.5 ലക്ഷം കോടി രൂപ ടേൺ ഓവറുള്ള ഒരു സംസ്ഥാനം ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഒരു വാർഷിക ബഡ്ജറ്റ് 2.5 ലക്ഷം കോടി രൂപയുള്ള ഒരു ബഡ്ജറ്റ് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ഇവരുടെ പൈസ പിരിച്ചെടുക്കുന്ന അല്ല. ഞാൻ പറയുന്നത് ഈ കണക്ക് ഇത് ഒരു 5.5 കോടി രൂപ 6 കോടി രൂപേൻ്റെ കണക്ക് പ്രോപ്പറായിട്ട് എഴുതി കൂട്ടാൻ പറ്റാത്ത ആൾക്കാരുടെ അടുത്താണ് ഈ ഇത്രയും വലിയ സംവിധാനം ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് എന്താ പറയുക? ഞാൻ വേറെ കാര്യങ്ങൾ പറയാം. സ്മൃതി മേഡം നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഞങ്ങൾ പൈസ പിരിച്ചു, എൻ്റെയും KPCC അധ്യക്ഷൻ്റെയും പേരിലാണ് ഈ പൈസ നിക്ഷേപിച്ചിരിക്കുന്നത്. ഞങ്ങളിതാ സ്ഥലം വാങ്ങിയിരിക്കുന്നു. നിങ്ങളവിടെ കണ്ടില്ലേ? ഞങ്ങളവിടെ പണി തുടങ്ങി. നിങ്ങളവിടെ കണ്ടില്ലേ? ഞങ്ങളവിടെ പണി തുടങ്ങി. നിങ്ങൾ പോയി അന്വേഷിച്ച് അവിടെ പണി തുടങ്ങാനുള്ള പണമില്ലെന്ന് എന്നിട്ട് ഇന്ന് പറയാണ് വീട് പണിയാൻ ഞങ്ങളുടെ അടുത്ത് പണമില്ല. ഈ പറഞ്ഞ രണ്ടാമത്തെ സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ പോലും പണമില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. എങ്ങനെയാ പിന്നെ ഈ നുണ പറയുന്നത്? പിന്നെ എങ്ങനെയാ നുണയല്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത് പച്ച നുണ പറയുകയാണ്. അങ്ങനെ നിങ്ങൾ പോയി നോക്കൂ. എന്നിട്ട് ആ സ്ഥലം രജിസ്റ്റർ ചെയ്തിട്ടില്ല. ആ സ്ഥലം രജിസ്റ്റർ ഇനി 73 ലക്ഷം രൂപ വേണം. ഇത് ഇലക്ഷൻ്റെ കാലത്ത് എന്തുകൊണ്ടാണ് ചർച്ചയാവുന്നതെന്ന് അറിയോ? ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഏറ്റവും വേണ്ട സാധനം എന്താ? ക്രെഡിബിലിറ്റിയാണ് അല്ലേ? ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഏറ്റവും വേണ്ട സാധനം ക്രെഡിബിലിറ്റിയാണ്. ആ ക്രെഡിബിലിറ്റി ജനങ്ങളുടെ മുന്നിൽ ഊട്ടി ഉറപ്പിക്കണം. കാരണം ഞാൻ അധികാരത്തിൽ വന്നാൽ ഇന്ന കാരണങ്ങൾ, ഇന്ന ഗ്യാരണ്ടികൾ നടപ്പിലാക്കും. ഈ ഗ്യാരണ്ടിയിൽ ഒരു ഗ്യാരണ്ടിയാണ് ഇത്. അതിന് മുൻപത്തെ പ്രളയത്തിലുള്ള കാര്യമായിരുന്നു 1000 വീട്. ആ ഗ്യാരണ്ടി പോയി. രണ്ടാമത്തെ ഗ്യാരണ്ടി ഇത്. ഈ ഗ്യാരണ്ടിയൊക്കെ നടപ്പിലാക്കിയിട്ട് വേണം. ഇത് പ്രതിപക്ഷത്ത് നിന്ന് 5.5 കോടിൻ്റെ കാര്യം ഏൽപ്പിക്കുമ്പോൾ ഇതാണ് അവസ്ഥ. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ കൂടെ നടക്കുന്ന സമയത്ത് കോൺഗ്രസ്സിന് മറുപടി ഇല്ലാന്നേ പറയാൻ. ഈ കാര്യത്തിന് മറുപടിയില്ല. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ മുഴുവൻ കമാതൊരക്ഷരം മിണ്ടാതെ വെയിറ്റ് ചെയ്യാണ് ഇതിൻ്റെ മുന്നിൽ. ഇന്ന് അവരെന്താ വിചാരിച്ചെന്നറിയോ? ഈ കണക്ക് പുറത്തു വിടാൻ പോവുകയാണ്. കണക്ക് പുറത്തു വിടും, ഈ പ്രശ്നം മുഴുവൻ അവസാനിക്കും എന്നുള്ളതാണ്. കണക്ക് പുറത്തു വിട്ടുകൂടെ അതിനേക്കാൾ അപ്പുറമായി പ്രശ്നം. കുറച്ച് ഉള്ളതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിക്ക് കേരളത്തിലെ ജനങ്ങൾ 5.5 കോടി രൂപയെ കൊടുത്തുള്ളൂ. ഇവരെ വിശ്വസിച്ച് കേരളത്തിലെ 5.5 കോടി രൂപ കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. മനസ്സിലായില്ലേ? ലീഗ് പോലത്തെ വളരെ മൈനൂര് 15 സീറ്റിൽ മാത്രം ജയിക്കുന്ന, അല്ലെങ്കിൽ 22 സീറ്റിൽ മാത്രം മത്സരിക്കുന്ന ലീഗിന് 40 കോടി രൂപ കേരളത്തിലെ ജനങ്ങൾ കൊടുത്തു. കേരളത്തിലെ ജനങ്ങൾ 40 കോടി കൊടുത്തു. ഡിവൈഎഫ്ഐ പോലത്തെ ഒരു പ്രസ്ഥാനം, ഡിവൈഎഫ്ഐ പോലത്തെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം, അല്ലെങ്കിൽ പറയാം ഒരു യുവജന പ്രസ്ഥാനം കേരളത്തിൽ 20 കോടി രൂപ കളക്ട് ചെയ്തു. കോൺഗ്രസ് പോലെ ഇന്ത്യയുടെ പ്രതിപക്ഷ പാർട്ടിക്ക് ആകെ കിട്ടിയത് 5,38,00,000 രൂപ. അതിൽ 1,05,00,000 രൂപ യൂത്ത് കോൺഗ്രസ് കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇത് വിശ്വസിക്കണോ കേരളത്തിലെ ജനങ്ങൾ? ഇത് വിശ്വസിക്കണോ? അല്ലെങ്കിൽ ഇവരൊന്ന് പറയണം ഞങ്ങളുടെ കേരളത്തിലെ ഞങ്ങളെ അത്രേ വിശ്വസിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ആകെ 5.5 കോടി തന്നിട്ടുള്ളൂ എന്ന് പറയണം.
എന്നിട്ട് എന്താ ഇന്ന് ഇവരെന്താ പറയേണ്ടത്? ഇവരുടെ കയ്യിൽ പൈസ തേഞ്ഞില്ല. ശരി, ഞങ്ങൾക്ക് 5.5 കോടി രൂപ കിട്ടിയുള്ളൂ. CPM പിന്നെ കേന്ദ്ര കമ്മിറ്റി പിരിച്ചല്ലോ 1 കോടി സംതിങ് ഇല്ല, 92,99,000 രൂപ പിരിച്ചല്ലോ. അത് CPM-ൻ്റെ അതായത് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് ഇട്ട് കൊടുത്തല്ലോ. എന്നിട്ട് പറയാം നിങ്ങൾ പണിയുന്നതിൻ്റെ കൂടെ ഈ പണം കൂടെ ഉപയോഗിച്ച് പണിയൂ, ഞങ്ങളുടെ കയ്യിൽ ഇത്രേ കിട്ടിയിട്ടുള്ളൂ. അത് പറഞ്ഞാൽ പോരെ? KPCC അക്കൗണ്ടിലുള്ള പൈസ ഈ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പണിത് കൊടുത്താൽ പറഞ്ഞാൽ പോരെ? ജനങ്ങൾക്ക് ആവശ്യം എന്താ? കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യം എന്താ? കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ ദുരിതം ബാധിച്ച ജനങ്ങളുടെ ആവശ്യം എന്താ? ഈ വീട് പണിയുക എന്നുള്ളത്, അവർക്ക് വീട് ലഭിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഈ പെൺകുട്ടീൻ്റെ കാര്യം പറഞ്ഞല്ലോ, നമ്മുടെ ശ്രുതിൻ്റെ അടുത്ത് പിന്നെ അവിടുത്തെ MLA തന്നെയല്ല പറഞ്ഞത് വീട് പണിത് തരാമെന്ന്. അത് സ്പോൺസർ ഉണ്ട് ഇല്ല എന്നൊക്കെ ശരി, സ്പോൺസർ ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഇന്ന് രാവിലെ അല്ലല്ലോ ഈ പറഞ്ഞ സിദ്ദിഖ് അറിഞ്ഞത് പണിയാൻ പറ്റില്ല എന്ന് അത് റഫീഖ് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞപ്പോഴല്ലോ അറിഞ്ഞത്. ആണോ അറിഞ്ഞത്? അല്ല, ഞങ്ങൾ അന്നേ പറയുന്നുണ്ട്. ഞാൻ പ്രത്യേകിച്ച് അന്ന് തുടങ്ങിയുള്ള മീറ്റ് എഡിറ്റേഴ്സ് തുടങ്ങിയേ പറയുന്നുണ്ട് എന്ത്, ഇതുപോലെയൊരു സ്ഥലം കോൺഗ്രസിന് മേടിച്ചു കൊടുക്കാൻ കഴിയില്ല. ഞാൻ റിപ്പോർട്ടർ TV പിന്നെ ജിൻഡോ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു, എന്ത് റിപ്പോർട്ടർ TV കൊടുക്കാൻ പറഞ്ഞ വീട് എവിടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞെന്താ, ഞാൻ വയനാട്ടിലെ സ്ഥലം, എൻ്റെ പേര് സ്ഥലമുണ്ട്, എത്ര സ്ഥലമാണോ വേണ്ടത് വീട് പണിയാൻ, ആ സ്ഥലം സർക്കാരിലേക്ക് തരാം എന്ന് പറയും. ഞാൻ ലെറ്റർ എഴുതി സർക്കാരിൽ കൊടുത്തു. സർക്കാർ എനിക്ക് കൃത്യമായ മറുപടി വന്നു. ഏത് സ്ഥലമാണ് ഡീറ്റെയിൽ ആയി ഹാജരാക്കാൻ പറഞ്ഞു. ഞാൻ ഡീറ്റെയിൽ ആയി സ്ഥലത്തിൻ്റെ ഡോക്യുമെൻ്റ് അടക്കം തിരിച്ചാക്കി കഴിഞ്ഞിട്ട് അന്നത്തെ കളക്ടർ, അവിടുത്തെ ഡോക്യുമെൻ്റ്, റവന്യൂ വകുപ്പ് എല്ലാം വന്ന് സ്ഥലം വെരിഫൈ ചെയ്തിട്ട് പറഞ്ഞു ഇതിനേക്കാളും കുറച്ചും കൂടെ നല്ല സ്ഥലമാണ് ഞങ്ങൾ തിരയുന്നത്. മനസ്സിലായോ? അതിനുശേഷം നമ്മുടെ സ്ഥലം നോക്കിയതിന് ശേഷമാണ് ഈ സ്ഥലം എടുത്തത്. അത് ഞാൻ ഈ സ്ഥലം 100% ഉറപ്പോടുകൂടി കൊടുത്താണ്, സർക്കാർ പണിതോട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുത്താണ് ആ സ്ഥലം. അതിന് ശേഷമാണ് കൽപ്പന. അപ്പോൾ അന്ന് തുടങ്ങി ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, സർക്കാർ ഏറ്റെടുത്ത സ്ഥലം പോലെ കേരളത്തിലൊരു സ്ഥലം കണ്ടെത്താൻ കഴിയില്ല. അത്ര വൃത്തി, വയനാട്ടിൽ അങ്ങനെ അത്രയും വൃത്തിയുള്ള ഏകദേശം ഒരു സെൻറ്റിന് 15-20 ലക്ഷം രൂപ വിലയുള്ള ഒരു സ്ഥലം ഒരാളെ കൊണ്ട് കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് വെറുതെ അതിലുള്ള പാവങ്ങളെ മുഴുവൻ വിളിച്ചുകൊണ്ട് പോകാൻ നിൽക്കരുത്. കാരണം 1 കോടി രൂപയ്ക്ക് മേലെ, 1 കോടി രൂപയ്ക്ക് ഇതാണ് 8 സെൻറ്റ് സ്ഥലമാണ് കൊടുക്കുന്നത്. ഏകദേശം 1.5 കോടി രൂപ ഓരോരുത്തർക്കും കിട്ടുന്ന രീതിയിൽ, അവിടെ 450 പേർക്ക് കിട്ടുന്ന രീതിയിലാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. അത് ഒരാളെ കൊണ്ടും കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് കൂട്ടിയിട്ട് പോരുത്. എത്രയാ സർക്കാർ അന്ന്, എനിക്ക് തോന്നുന്നു രാജ മിനിസ്റ്ററും കളക്ടറും എല്ലാം കൂടിയിട്ട് കളക്ടറേറ്റ് മീറ്റിംഗ് വിളിച്ചിട്ട് പോകേണ്ടവർക്ക് മാത്രം നിർബന്ധിച്ച് അവരെ പൂർത്തിയാക്കാൻ നോക്കിയിട്ടുണ്ട്. പല ആൾക്കാരോടും നിങ്ങൾ പോകണ്ട, ഈ 15 ലക്ഷം മേടിച്ചിട്ട് പോകാൻ നിൽക്കണ്ട. അപ്പം എന്താണ്, അപ്പം ഈ കോൺഗ്രസിൻ്റെ പ്രൊപ്പഗൻഡ ഉണ്ടല്ലോ, അയ്യോ വയനാട്ടിൽ ദുരന്തം ബാധിച്ചവരെല്ലാം ഉപേക്ഷിക്കാൻ പോവാണ്, ഒരാൾക്കും വീട് കിട്ടില്ല, ഒരാൾക്കും ഒരു സാധനം കിട്ടില്ല, അതുകൊണ്ട് നിങ്ങളെല്ലാവരും പൈസ മേടിച്ച് പോയിക്കോളാൻ പറഞ്ഞിട്ട് ഒരു പ്രൊപ്പഗൻഡ ഉണ്ടാക്കി. അതിൽ കുറച്ച് പാവങ്ങൾ വീണുപോയി. ആ പാവങ്ങൾ പെട്ടതാണ് ഈ ശ്രുതി അടക്കം. ഏത് കൽപ്പറ്റ MLA പറയാണ് ഞാൻ നിങ്ങൾക്ക് വീട് കൽപ്പറ്റ വെച്ച് തരാം എന്ന് പറയാണ്. 15 ലക്ഷം മേടിച്ച് പുറത്തു വന്നു. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താ അറിയോ, ഇപ്പം സ്ഥലം മേടിച്ചിട്ടുണ്ട്, ശരിയാണ്. ഇതേ MLA KPCC വാങ്ങിയതുപോലെ തന്നെ MLA-ൻ്റെ സ്പോൺസറിൽ മേടിച്ച സ്ഥലം മേടിച്ചിട്ടുണ്ട്. വീടില്ല. ഇതാണ് സത്യാവസ്ഥ. ഇത് ജനങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇത് ഒരാളെ വിശ്വസിച്ചിറങ്ങുന്നതുകൊണ്ടാണ്. ആ സമയത്ത് ഞാൻ വിഡ്രോ ചെയ്തു. കാരണം എന്താ വിഡ്രോ ചെയ്യാൻ കാരണം, ഇത് സർക്കാർ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. നമ്മളൊരു പ്രൈവറ്റ് കമ്പനിയല്ലേ, നമ്മളൊരു പ്രൈവറ്റ് കമ്പനിക്ക് ചെയ്യുന്ന പരിമിതിയില്ലേ, ഇത് സർക്കാർ ചെയ്യുന്ന പോലെ ചെയ്യാൻ കഴിയില്ല. ഇത് കോൺഗ്രസിനും ചെയ്യാൻ കഴിയത്തില്ല. അത് മനസ്സിലാക്കിയാൽ മതി. ഇത് കോൺഗ്രസ്. എന്നിട്ട് അതിനേക്കാൾ ഇതിനെ വന്ന് ന്യായീകരിച്ച് എന്നിട്ട് വെല്ലുവിളിയാണ്. എന്ത് വെല്ലുവിളി? 178 വീട് പണിതില്ലേ, വീട് താമസിക്കാൻ പറ്റുന്നുണ്ടോ, വെള്ളമുണ്ടോ, കറണ്ട് ഉണ്ടോ, ഇതൊക്കെ ആ ജനങ്ങളോട് പോയി ചോദിച്ചാലുണ്ടല്ലോ ആട്ടും. ആ നാട്ടിലെ ജനങ്ങൾ ആട്ടും. കാരണം എന്തുകൊണ്ടാണ് അവർക്ക് സ്മൃതി മാഡം, ആ കൽപ്പറ്റ നിങ്ങൾ പോയി നോക്കിയാൽ മതി. ആ കൽപ്പറ്റയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രൊജക്റ്റുകൾ കണ്ട ഒരാളിത് പറയത്തില്ല. നിങ്ങൾ ഈ സിദ്ദിഖ് പറയില്ലല്ലോ, കൽപ്പറ്റയുടെ MLA സിദ്ദിഖ് ഈ പറഞ്ഞ സ്ഥലത്തെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം പറയില്ല. എനിക്ക് ഉറപ്പുണ്ട്. സിദ്ദിഖ് പറയത്തില്ല. പറഞ്ഞ സമയത്ത് ഒരു ദിവസം 2 ദിവസം പോകുന്നല്ലേ. അല്ലാതെ ഇത് തറക്കല്ലിടാത്ത കാര്യത്തെ കുറിച്ച് പറയാം. തറക്കല്ലിട്ടിട്ട് 2 മാസമായിട്ട് ഒരു അക്ഷരം ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു. അത് പറഞ്ഞാൽ മതി. സർക്കാർ ചെയ്യുന്ന പോലെ രാഷ്ട്രീയ പാർട്ടിക്ക് ചെയ്യാൻ പറ്റില്ല, ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ടുള്ള ദോഷം എന്താ? ഈ പാവങ്ങൾക്ക് കിട്ടുന്ന ഇത് ഈ പാവങ്ങൾക്ക് കിട്ടിയ അവസ്ഥ എന്താ? ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ മുസ്ലിം ലീഗിനെ പൊക്കി പിടിക്കാൻ നോക്കണ്ട. ഒരു അരുൺ സാറേ, ഒരു മിനിറ്റ്. ഈ മുസ്ലിം ലീഗിനെ നിങ്ങൾ അധികം പൊക്കി പിടിക്കാൻ നിൽക്കണ്ട. മനസ്സിലായി എന്തറിയോ? കൽപ്പറ്റയിലെ ഇപ്പൊ സർക്കാർ പണിത വീടും മുസ്ലിം ലീഗ് ഇപ്പൊ പണിത് കൊടുത്ത വീട് കമ്പയർ ചെയ്യാനേ പറ്റില്ല.
മുസ്ലിം ലീഗ് ചെയ്ത് വാക്ക് പാലിച്ചു, ഓക്കെയാണ്. വാക്ക് പാലിച്ചു എന്ന് പറഞ്ഞാൽ മതി. ഞങ്ങൾ പറഞ്ഞ സ്ഥലവും ഞങ്ങൾ പറഞ്ഞ വീടും ഞങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞു, ഞങ്ങൾ കൊടുത്തു എന്നുള്ളത് വാക്ക് പാലിച്ചു, അത് ശരിയാണ്. പക്ഷെ കൽപ്പറ്റയിൽ സർക്കാർ പണിത വീടും മുസ്ലിം ലീഗ് പണിത വീടും തമ്മിൽ കമ്പയർ ചെയ്യാനേ പറ്റില്ല. ആ സ്ഥലത്തിന്റെ വാല്യൂ, അതെ, ആ കമ്പയർ ചെയ്യാൻ പറ്റില്ല, ആ വില. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ കിട്ടാനുള്ള സാഹചര്യം നഷ്ടപ്പെടുത്തിയെന്നേ. ഒരു പാവപ്പെട്ട ഈ എന്താണ് ദുരിതം മുഴുവൻ അനുഭവിച്ച സാധാരണക്കാരായ ജനങ്ങൾക്ക് കിട്ടാനുള്ള അവസരം കോൺഗ്രസ് നഷ്ടപ്പെടുത്തി, അത്രേ ഉള്ളൂ. അതാണല്ലോ ഈ ജനങ്ങൾ മുഴുവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ കോൺഗ്രസ് വീട് വെച്ച് കൊടുത്തില്ല, കോൺഗ്രസ് വീട് വെച്ച് കൊടുക്കില്ല എന്ന് നേരത്തെ മുൻപേ അറിയാം. ഈ പറഞ്ഞ ഈ പ്രളയകാലത്ത് വീട് വെച്ച് കൊടുത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്താ അറിയോ, ഇവിടെ അതുമായിട്ട് വരെ വ്യത്യാസമുണ്ട്. പ്രളയകാലത്ത് സർക്കാർ വീട് വെച്ച് കൊടുത്തില്ല, സർക്കാർ ലൈഫിന്റെ ഭാഗമായിട്ടാണ് വീട് വെച്ച് കൊടുത്തത്. ഇതൊരു ടൗൺഷിപ്പ് ഉണ്ടായിരുന്നു. ഈ ടൗൺഷിപ്പിൽ ജീവിക്കേണ്ട പാവങ്ങൾക്ക് കിട്ടേണ്ട അവസരം 15 ലക്ഷം മേടിച്ച് പുറത്തു വന്നോളൂ, ഞങ്ങൾ നിങ്ങൾക്ക് വീട് വെച്ച് തരാം എന്ന് പറഞ്ഞ അവസരം നഷ്ടപ്പെടുത്തി. അതുകൊണ്ടാണ് ഇന്നും ഈ ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന പ്രശ്നം തന്നെയാണ്, ഇന്നും അത് തന്നെയാണ് പ്രശ്നം. അപ്പം ഒരു കാര്യം മനസ്സിലാക്കിക്കോ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ചെയ്യുന്നത് പോലെ സർക്കാരിനെ ചെയ്യാൻ കഴിയുള്ളൂ. അത് രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കിയാൽ മതി. അതിന് കയറി വെല്ലുവിളിച്ചിട്ട് നിങ്ങൾ കണ്ടുപോയി നോക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താ ഉള്ളത്? അവിടെ ആട് കിടന്നിട്ട് കൂടെ പോലും ഇല്ലാത്ത അവസ്ഥയാണ്, ഒരവസ്ഥയില്ല. അപ്പം ഇനി ഒരു കാര്യം മനസ്സിലാക്കിയോ, ഇനി ഇത്ര മാത്രമേ ഉള്ളൂ, എന്ത് ജനങ്ങളെ ഈ കോൺഗ്രസിനെ ഇതൊക്കെ തന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കണോ എന്നുള്ളതാണല്ലോ ഈ പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ടാണ് കേരളം ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്. ഇത് കോൺഗ്രസ് വിശ്വസിച്ച് ഏൽപ്പിക്കണോ എന്നാണ് ആഹ്വാനമാണത്. Meet the editors.